കോഴിക്കോട് നാദാപുരം തൂണേരി ഷിബിൻ വധക്കേസ് പ്രതികളെ നേരത്തെ എരഞ്ഞിപ്പാലം കോടതി വെറുതെ വിട്ടതാണ്. ഒന്നാം പ്രതി മാത്രം കുറ്റക്കാരനെന്ന് കാണുകയും ചെയ്തു. 17 പ്രതികളാണ് DFI പ്രവർത്തകനായ തൂണേരി ഷിബിനെ കൊലപ്പെടുത്തിയത്. 18 പ്രതികളിൽ ഒരു പ്രതി, മൂന്നാം പ്രതി പിന്നീട് കൊല്ലപ്പെട്ടു. ഈ 2016 ഓഗസ്റ്റിലാണ് ഈ CPM പ്രവർത്തകനായ പ്രതിയെ അല്ലെങ്കിൽ ഷിബിനെ കൊലപ്പെടുത്തിയത്. ലീഗ് പ്രവർത്തകരാണ് പ്രതികളിൽ കൂടുതൽ. കേസിൽ 18 പ്രതികളിൽ 17 പ്രതികളെയും എരഞ്ഞിപ്പാലം സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. അതിനെതിരായി കൊല്ലപ്പെട്ട ഷിബിന്റെ പിതാവ് ഭാസ്കരനും ഗവൺമെന്റും ഹൈക്കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് C പ്രദീപ് കുമാറും 1 മുതൽ 6 വരെ പ്രതികൾ ഹൈക്കോടതിയിൽ ഹാജരാകാനും 15ഉം 16ഉം പ്രതികളും ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവർ ഈ മാസം 15-ാം തീയതി കോടതി മുമ്പാകെ ഹാജരാകണം. അവർ കുറ്റക്കാരാണ് എന്നാണ് ഹൈക്കോടതി ജസ്റ്റിസുമാർ കണ്ടെത്തിയത്. ഈ കേസിൻ്റെ മുഴുവൻ തെളിവുകളും ഈ കേസിൽ എന്തുകൊണ്ടാണ് പ്രതികളെ പലരെയും വിട്ടയച്ചെന്നുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്തു. ആ ഡിവിഷൻ ബെഞ്ച് കൃത്യമായി ആ കേസുകൾ മുഴുവൻ പഠിച്ചതിൽ നിന്ന് വെറുതെ വിട്ട പലരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 1 മുതൽ 6 വരെ പ്രതികളും 15ഉം 16ഉം പ്രതികൾ, അങ്ങനെ 8 പ്രതികൾ കോടതിയിൽ ഹാജരാകാൻ. നേരത്തെ ഒരാൾ മാത്രമേ കുറ്റക്കാരെന്നാണ് ആ സ്പെഷ്യൽ കോടതി വിധിച്ചിരുന്നത്. ഇപ്പോൾ ഇവരെ ശിക്ഷാവിധിക്ക് വേണ്ടി തന്നെയാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാനായിട്ടുള്ള വളരെ സാധ്യതകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ ഷിബിനെ കൊലപാതകത്തിൻ്റെ ഒപ്പം അവിടെ 6-7 പേർ കൂടെ മാരകമായി പരിക്കേറ്റിരുന്നു. അവരെല്ലാം ജീവിതത്തിൽ തിരിച്ചു വന്നു. ഷിബിൻ കൊല്ലപ്പെടുകയും ചെയ്തു. തെളിവുകളൊന്നും ഇല്ല എന്ന് വിചാരണ കോടതി കണ്ടെത്തിയിട്ടെങ്കിലും ഒരാളെ മാത്രം ശിക്ഷിച്ചു വിട്ട വിചാരണ കോടതിയിലെ മുഴുവൻ നിരീക്ഷണങ്ങളും തെറ്റാണ്. അതിനകത്ത് തെളിവുകൾ ധാരാളമുണ്ട്. പ്രോസിക്യൂഷൻ അതിനകത്ത് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചു. DFI പ്രവർത്തകന്റെ കൊലപാതകം അത് 1 മുതൽ 6 വരെ പ്രതികളും 15ഉം 16ഉം പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടു. അതേസമയത്ത് 12 മുതൽ 16 വരെയുള്ള 12 മുതൽ 14 വരെ 11 മുതൽ 14 വരെയുള്ള പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തി. ഈ ഒരു സംഭവത്തിന് ശേഷം ജാമ്യത്തിരിക്കുന്ന പ്രതികളിലെ 3-ാം പ്രതിയെ അവിടെ DYFI പ്രവർത്തകർ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കേസ് നിലവിലുണ്ട്. എരഞ്ഞിപ്പാലത്തെ സ്പെഷ്യൽ കോടതി 17 പ്രതികളെ വെറുതെ വിട്ടെങ്കിലും അതിനകത്ത് 8 പ്രതികളെ ഹൈക്കോടതി ശിക്ഷിക്കാൻ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് തോന്നുന്നു. കാരണം അവർ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. 15-ാം തീയതി അവർ സറണ്ടർ ചെയ്യണം. തീർച്ചയായിട്ടും ആ 8 പ്രതികളിലെ 6 പ്രതികൾക്കും ജീവപര്യന്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനകത്ത് ഏകദേശം 12-ാം പ്രതി മുതൽ 17-ാം പ്രതികൾ വരെ പ്രതികളെ സഹായിക്കുകയോ പ്രതികളെ ഒളിവിപ്പോകാൻ സഹായിക്കുകയോ അവർക്ക് ഷെൽട്ടർ കൊടുക്കുകയോ ഒക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഗൂഢാലോചനയ്ക്ക് പങ്കുള്ളവരുണ്ടോ, അങ്ങനെയുള്ള തെളിവുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ സംശയമായി. 15ഉം 16ഉം പ്രതികളെ കോടതി ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ചിലപ്പം അവരുടെ ഈ 11-ാം പ്രതിക്ക് അപ്പുറമുള്ളവരെല്ലാം പ്രതികളെ സഹായിക്കുകയും പ്രതികളെ ഒളിവിൽ പോകാൻ ഹെൽപ്പ് ചെയ്യുകയും ഗൂഢാലോചനയൊക്കെ ആകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവർക്ക് 7 വർഷം വരെ 1-2 പേർ പ്രതികൾക്കുള്ള ശിക്ഷയും മറ്റുള്ളവർക്ക് ജീവപര്യന്തം തടവും ലഭിക്കാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്.